നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഡാബർ വരിക്കോട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സ്മാർട്ട് ഫോണോ അതല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ചാർജ് ആവാൻ മണിക്കൂറുകൾ എടുക്കുന്നുണ്ടാവില്ലേ? അത് വെറും ചാർജറിൻ്റെ മാത്രം ഫാൾട്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർജിങ് കേബിളിനും അതിൽ പ്രധാനമായിട്ടൊരു പങ്കുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചാർജിങ് ആക്സസറീസ് ബ്രാൻഡായ ആങ്കറിൻ്റെ 240 വാട്ടിൻ്റെ സോളോ കേബിളിനെ കുറിച്ചാണ്. ഇത് വെറും ഒരു USB കേബിൾ അല്ല. പേരിൽ തന്നെ ഉള്ളതുപോലെ 240 വാട്ട് വരെ പവർ കടത്തിവിടാൻ സാധിക്കുന്ന അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഡിവൈസിനെ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡിലൻ കേബിളാണ്. ആങ്കർ എന്ന ബ്രാൻഡ് നമുക്കറിയാം ഗുണമേന്മയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന അതാത് ഡിവൈസുകളുടെ ബ്രാൻഡ് അല്ലാത്ത തേർഡ് പാർട്ടി ആക്സസറീസുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ആങ്കർ എന്നുള്ളത്. കാരണം അവർ നൽകുന്ന ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും അതിന് മാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെ ഉപയോഗിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു കേബിളിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂ നമുക്കൊന്ന് കാണാം. എന്താണ് 240 വാട്ട് എന്നുള്ളത്? 240 വാട്ട് എന്നുള്ള ആ നമ്പർ അത്ര നിസ്സാരമായിട്ടുള്ള ഒന്നല്ല. ആ ഒരു 240 എന്നുള്ള ആ നമ്പർ തന്നെയാണ് ഈ ഒരു കേബിളിൻ്റെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഭാഗവും. സാധാരണ നമ്മൾ വാങ്ങുന്ന USB കേബിളുകൾ നമുക്ക് 60 വാട്ട് അതല്ലെങ്കിൽ മാക്സിമം പോയ 100 വാട്ടിൻ്റെതൊക്കെ ആയിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പല ബ്രാൻഡുകളും 240 വാട്ടുകൾ ലഭിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ ക്വാളിറ്റി അത്രയും പെർഫെക്റ്റുമായിരിക്കില്ല. എന്നാൽ നമ്മൾ ഇന്ന് വരെ പരിചയപ്പെടുന്നത് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റ പരിഹാരം എന്നുള്ള രീതിയിലുള്ളൊരു കേബിളിനെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞതുപോലെ 50-100 വാട്ടിൻ്റെ കേബിളുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസിന് ആവശ്യമായ പവറുകൾ ആ ഒരു കേബിളുകൾക്ക് നൽകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന കേബിളുകളിൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് വളരെ നേരം വൈകിക്കൊണ്ട് ചാർജ് ആവുന്നതും. അപ്പം ചാർജ് ചെയ്യുന്നത് മാത്രമല്ല ഡാറ്റ ട്രാൻസ്ഫറിങ്ങും ഇത്തരത്തിൽ തന്നെ സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു കേബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പവർ ഡെലിവറി അഥവാ PD അതല്ലെങ്കിൽ ഒറ്റ കേബിൾ കൊണ്ട് എല്ലാ ഡിവൈസുകൾക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്കാണ്. അഥവാ നിങ്ങൾ ഹൈ എൻഡ് ഗെയിമിംഗ് ലാപ്ടോപ്പുകളോ അതല്ലെങ്കിൽ മാക്ബുക്ക് അതുമല്ലെങ്കിൽ ഐഫോണോ മറ്റേതെങ്കിലും ആൻഡ്രോയിഡ് ഡിവൈസുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ 240 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആ ഡിവൈസിനുണ്ട് എങ്കിൽ അതിന് കൃത്യമായിട്ട് 240 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു കിടിലൻ കേബിളാണിത്. അഥവാ ലാപ്ടോപ്പിനായും ഫോണിനായും 2 കേബിളുകൾ നിങ്ങൾ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ കേബിളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാകുന്നത് നമുക്ക് സാധാരണ കേബിളുകൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഈ കാണുന്ന പൊടിയലും പൊട്ടലുമൊക്കെ. അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്നോണം തന്നെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അഥവാ ബ്രൈഡഡ് നൈലോണാണ് ഇതിനെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര നിങ്ങൾ വളച്ചാലോ ഒടിച്ചാലോ അതല്ലെങ്കിൽ വലിച്ചാലോ ഒന്നും പെട്ടെന്ന് പൊട്ടുന്ന സാധനമല്ല ഇത്. മാത്രവുമല്ല 2 മീറ്ററാണ് ഇതിന് നീളം വരുന്നത്. ഇതിന് 1 മീറ്ററിൻ്റെതുണ്ട്. പക്ഷേ ചെറിയ വില വ്യത്യാസം മാത്രമായതുകൊണ്ട് 2 മീറ്റർ തന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനമായിട്ടുള്ള കാരണം എവിടെയാണോ ഫോൺ ഉപയോഗിക്കുന്നത് 2 മീറ്റർ അകലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാർജിങ് സോക്കറ്റിൽ കണക്ട് ചെയ്താൽ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ബെഡിൽ കിടന്നുകൊണ്ടോ അതല്ലെങ്കിൽ സോഫയിൽ ഇരുന്നു കൊണ്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചാർജിങ് സോക്കറ്റുകൾ കുറച്ച് ദൂരെയാണെങ്കിലും ഈ ഒരു കേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങളുടെ സോഫയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവൈസുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ 2 മീറ്റർ വലിപ്പത്തിലാണ് ഇതിനെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ ട്രാൻസ്ഫറിങ് 480 Mbps സ്പീഡിൽ നമുക്കിതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെ എത്ര വലിയ ഫയലുകളായാലും സെക്കൻഡുകളോ മിനിറ്റുകളോ കൊണ്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിലൂടെ നമ്മളുടെ സമയം ലാഭിക്കാനും ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്താനും സാധിക്കും. നിങ്ങൾ പ്രധാനമായിട്ട് കാത്തിരിക്കുന്നൊരു ഭാഗമായിരിക്കും ഇത് വില എത്രയാണ്, ആർക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത്. ആർക്കൊക്കെയാണ് എന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും അതിനെ ആവർത്തിക്കുന്നില്ല. അഥവാ ലാപ്ടോപ്പ് ആയാലും ശരി ഫോണായാലും ശരി എല്ലാത്തിനും കൂടി ഒരൊറ്റ കേബിൾ തന്നെ മതിയാകും. ഇനിയാണ് പ്രധാനമായിട്ടുള്ള ഭാഗം ഇതിൻ്റെ വില എന്നുള്ളത്. ആങ്കറിൻ്റെ പ്രൊഡക്റ്റുകൾ നമുക്കറിയാം ക്വാളിറ്റി ഏറ്റവും മികച്ച ക്വാളിറ്റി തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയിലും അല്പം ക്വാളിറ്റി ആയിരിക്കും അഥവാ കുറച്ചൊക്കെ കൂടുതലായിരിക്കും. എന്നാൽ നമുക്കിപ്പോൾ 2380 രൂപയോളം വില വരുന്ന ഈ ഒരു കേബിൾ 2 മീറ്ററിൻ്റെ ഈ ഒരു കേബിൾ വെറും 899 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. 2 കളറുകളാണ് വരുന്നത്. ഒന്ന് വൈറ്റ് അതല്ലെങ്കിൽ സിൽവർ എന്ന് പറയുന്ന ആ ഒരു കളറും അതുപോലെ ഈ ഒരു ബ്ലാക്ക് കളറും. ബ്ലാക്ക് കളർ ഞാൻ തിരഞ്ഞെടുത്തത് പെട്ടെന്ന് മൂഷിഞ്ഞാലോ കാര്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ബ്ലാക്ക് കളർ തിരഞ്ഞെടുത്തു എന്ന് മാത്രം. വൈറ്റ് വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം. അതുപോലെ ഇതിൽ തന്നെ നമുക്ക് 2-3 വേരിയൻറ്റുകൾ ലഭിക്കുന്നുണ്ട്. അഥവാ ഇതിപ്പോൾ ടൈപ്പ് C to ടൈപ്പ് C ആണ്. ഇനി നമുക്ക് ടൈപ്പ് A to ടൈപ്പ് C വേണമെങ്കിൽ അങ്ങനെയുള്ള സെലക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ ടൈപ്പ് A to ലൈറ്റ്നിങ് വേണമെങ്കിൽ അങ്ങനെയുള്ളതും സെലക്ട് ചെയ്യാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇനി ടൈപ്പ് A to ടൈപ്പ് C വേണമെങ്കിൽ അങ്ങനെയുള്ളതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിലും 1 മീറ്ററിൻ്റെതും
ഇത്തരത്തിൽ 2 മീറ്ററിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 150 രൂപയുടെ വ്യത്യാസമാണ് 2 മീറ്ററും 1 മീറ്ററും തമ്മിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 2 മീറ്ററിൻ്റെത് ഞാൻ സെലക്ട് ചെയ്തതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു കേബിളിനെ ഞാൻ യാതൊരുവിധ പ്രൊമോഷനും ചെയ്യുന്നതല്ല. നല്ലൊരു സാധനമായപ്പോൾ മറ്റുള്ളവർക്കും ഉപകാരമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തതാണ്. യാതൊരുവിധ പ്രൊമോഷനും നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. ഇനി ഇതിന് നെഗറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ ഏതും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ യാതൊരുവിധ നെഗറ്റീവും ഇതുവരെ ഞാൻ ഉപയോഗിച്ചതിൽ, ഇത് ഒരുപാടായി ഞാൻ ഉപയോഗിക്കുന്നു. ആങ്കറിൻ്റെ തന്നെ മറ്റൊരു കേബിളാണ്, ഐഫോണിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു പ്രശ്നവും ഇതുവരെ ഇതിനുണ്ടായിട്ടില്ല. ഡാറ്റ ട്രാൻസ്ഫറിങ് ആയാലും ശരി, അതല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ആയാലും ശരി, ചാർജിങ് സ്പീഡ് ആയാലും ശരി, എല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇതിനും ടെസ്റ്റ് ചെയ്തപ്പോൾ അതേ രീതിയിൽ കൃത്യമായിട്ട് തന്നെ സ്പീഡായാലും ശരി, ഡാറ്റ ട്രാൻസ്ഫറിങ് ആയാലും ശരി, കമ്പനി എന്താണോ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നെഗറ്റീവ് എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ വിലയിലാണ്. നമുക്ക് 63% നമുക്ക് കിഴിവുള്ളതിനാൽ അതും വലിയൊരു നെഗറ്റീവായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല, ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഏത് കേബിളാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്നും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് കമൻറ്റ് അടിച്ച് വിട്ടേക്ക്, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിക്കോട്ടെ. അപ്പോൾ എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.